നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടം ഒരു പ്രൊട്ടസ്റ്റിലാണല്ലോ. പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ ടീമിനെ കൂടുതൽ ബെറ്റർ ആക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ മാനേജ്മെൻറ്റ് സ്വീകരിക്കണം. ഇതാണ് അവരുടെ പരമപ്രധാനമായിട്ടുള്ള ആവശ്യം. ചില കളികളിലൊക്കെ നമ്മൾ സ്റ്റേഡിയത്തിൽ ആരാധകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു, അതിൻ്റെ ചാൻറ്റുകളൊക്കെ കേട്ടിരുന്നു. അതുപോലെ പ്ലക്കാർഡുകൾ ഉയർത്തുന്നത്, അത് ചില സെക്യൂരിറ്റികൾ വന്ന് തടയാൻ ശ്രമിക്കുന്നത്, ബാനർ കെട്ടുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഏറ്റുമുട്ടിയ ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധക കൂട്ടത്തെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ അടുത്ത ഹോം മത്സരമൊക്കെ വരുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഒരിക്കൽ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ടീം വിജയിച്ചു വന്ന ഘട്ടത്തിലും ആരാധകരിങ്ങനെ പ്രൊട്ടസ്റ്റിൻ്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയപ്പോൾ വൈക്കിംഗ് ക്ലാപ്പിനായിട്ട് വന്ന തൻ്റെ ടീമിനെ അഡ്രിയാൻ ലൂണ തിരികെ വിളിക്കുകയും മറുഭാഗത്ത് പോയി വൈക്കിംഗ് ക്ലാപ്പ് നടത്തുകയും ഒക്കെ ചെയ്ത സംഭവം ഓർമ്മയില്ല. അത് വലിയ രൂപത്തിൽ അന്ന് ചർച്ചയായിരുന്നു. ഇപ്പോൾ ആരാധകരുടെ ഈ പ്രൊട്ടസ്റ്റിനോട് അഡ്രിയാൻ ലൂണ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദി കേൽ ഇന്ത്യ ഡൊമസ്റ്റിക് ആൻഡ് ലീഗ് എന്ന് പറയുന്ന എക്സ് അക്കൗണ്ടിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ കേൽ ഇന്ത്യയുടെ ഭാഗമാണ്. അവർ പറയുന്ന അവർ ലൂണയുടെ വാക്കുകൾ പങ്കുവച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ പറയുന്നത് എങ്ങനെയാണ്? അഡ്രിയാൻ ലൂണയോട് ചോദിച്ചിരുന്നു, ഫാൻ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഫാൻസ് ഹാവ് ഓൾ ദി റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്. ഫാൻസിന് എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. പക്ഷേ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ ഫാൻസിൻ്റെ അടുത്തേക്ക് ഒഡീഷയ്ക്കെതിരെ വിജയിച്ചുകൊണ്ട് വൈക്കിംഗ് ക്ലാപ്പിനായിട്ട് എത്തിയ സമയത്ത് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയായിരുന്നു. ആൻഡ് ദാറ്റ്സ് നോട്ട് നൈസ് ടു സീ. അത് കാണാൻ അത്ര നൈസായിട്ടുള്ളൊരു കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനേജ്മെൻറ്റുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻറ്റേർണലി സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഫാൻ ഫോറത്തിൽ അത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. സപ്പോസ് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് വെക്കുക, അത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകും. ആ പ്രശ്നം നിങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് വഷളാക്കുമോ? നോ. നമ്മളതിൻ്റെ ഒരു സൊല്യൂഷൻ ഇൻറ്റേർണലി കാണും. അതാണല്ലോ ചെയ്യുക. ആ സെയിം കാര്യമാണ്, ആ സെയിം സ്റ്റെപ്പാണ് ഇവിടെയും ചെയ്യേണ്ടിയിരുന്നത്. ഫാൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റേഡിയത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുക. വെൻ ദി ഫാൻസ് ആർ പ്രൊട്ടസ്റ്റിംഗ് ഇൻ ദി സ്റ്റേഡിയം ദെൻ ഇറ്റ്സ് ഫീൽസ് ലൈക്ക് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് അസ്. ഇങ്ങനെയുള്ളൊരു ബിഗ് ക്ലബിന്, കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ളൊരു ബിഗ് ക്ലബിന് ഫാൻസ് ഓപ്പൺലി പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ ദെൻ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് ബാഡ് അബൌട്ട് ദി ക്ലബ്. ആളുകൾ ക്ലബിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ആ ബാഡ് ഇമേജ് ഉണ്ടാകും. ആൻഡ് ഫോം എ ബാഡ് ഇമേജ് അബൌട്ട് ദി ക്ലബ് ആൻഡ് വി ഡോണ്ട് നീഡ് ദാറ്റ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, സ്റ്റേഡിയത്തിലൊക്കെ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് പോലുള്ളൊരു ക്ലബിന് ആളുകൾ ക്ലബിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു തുടങ്ങും. അത് ക്ലബിൻ്റെ ഇമേജ് മോശമാക്കും. ഞങ്ങൾക്കതൊരിക്കലും വേണ്ട, അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അഡ്രിയാൻ ലൂണ പറഞ്ഞത്. അതാണ് സ്റ്റേഡിയത്തിലെ പ്രൊട്ടസ്റ്റ് അത്ര നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് ലൂണയ്ക്കെന്ന് ഇതിൽ നിന്ന് വളരെ വളരെ വ്യക്തമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.